ശക്തമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലത്തോടൊപ്പം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്ന ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരളും ഉരുളൻ കല്ലുകളും ഉയരത്തിലുള്ള മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും മൺപാളികളിലെ ഭൗതിക മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമണങ്ങളും ശക്തമായ വർഷപാതവും ഇവയെല്ലാം ഉരുൾപൊട്ടൽ സാധ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഭൂമികുലുക്കം, മേഘസ്ഫോടനം, വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി എന്നിവ സ്വാഭാവിക കാരണങ്ങളാകുമ്പോൾ മനുഷ്യന്റെ ഇടപെടലുകളും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി, മണ്ണ്, പാറ മുതലായവയുടെ ഖനനം, റോഡ്, കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു. സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, ഇടവിള തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടങ്ങൾ പണിയുന്നത്, അമിത ഭാരം ഏൽപ്പിക്കുക, സ്ഫോടനങ്ങൾ, ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണങ്ങളാകുന്നു. മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരികയും അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നു. മലഞ്ചെരിവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു. 72 ഡിഗ്രിയിൽ അധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ട സാധ്യതകൾ വളരെ കൂടുതലാണ്.